നമസ്കാരം, മാത്തൻസ് ഫാം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കോഴി ഫാം, അതുപോലെ മത്സ്യം, പിന്നെ പശു, ഇവർക്കെല്ലാം ഫാമുകാർക്ക് ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കോഴി ഫാമിലാണെങ്കിൽ നമ്മൾ പ്രോബയോട്ടിക് എന്ന് കേട്ടിട്ടുണ്ടാവും. ഈ പ്രോബയോട്ടിക് കോഴികൾക്ക് പിന്നെ അത്യാവശ്യം നൽകുന്നത് നല്ലതാണ്. അതിനെക്കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന തീറ്റക്ക് ആ തീറ്റ മുഴുവനായിട്ട് ദഹിക്കുന്നതിനും കോഴീൻ്റെ വയറ് നല്ല ശുദ്ധമായിരിക്കുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ പ്രോബയോട്ടിക് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ മനുഷ്യന്മാരാണെങ്കിൽ നമ്മൾ തൈര് കഴിക്കുന്നില്ലേ, അതുപോലുള്ള ഒരു ബാക്ടീരിയ ആണ് ഈ പ്രോബയോട്ടിക്കിലുള്ളത്. അത് നമുക്ക് പ്രോബയോട്ടിക് വാങ്ങാൻ കിട്ടും. അപ്പോൾ അതിന് പകരം നമുക്കെന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോബയോട്ടിക്കാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അത് ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടുന്ന സാധനം എന്ന് പറയുന്നത്, ഫസ്റ്റ് വേണ്ടത് ഫീഡപ്പീസ്റ്റ് പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള പൊടിയാണ്. അപ്പോൾ അത് നമ്മൾ 200 ഗ്രാം എടുത്തിട്ടുണ്ട്, ഫീഡപ്പീസ്റ്റ് പ്ലസ്. അതിന് വേണ്ടതെന്ന് വെച്ചാൽ 1 കിലോ ശർക്കരയാണ് വേണ്ടുന്നത്. അതിന് കറുത്ത ശർക്കര കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ 10 ലിറ്റർ ശുദ്ധമായ വെള്ളം. പിന്നെ വേണ്ടുന്നത് നമ്മൾ അതിന് ഡയലൂട്ട് ചെയ്യാൻ വേണ്ടി ഈ ഫംഗ്ഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് നമ്മുടെ എയർ കൊടുക്കണം. അതിന് ചെറിയ നമ്മൾ ഫിഷ് പോണ്ടിലൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ചെറിയ ഈ എയറേറ്റർ വാങ്ങാൻ കിട്ടും. ആ സാധനമാണ് വേണ്ടത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫീഡപ്പീസ്റ്റ് പൊട്ടിച്ചിട്ട്, ഇതിപ്പോൾ 200 ഗ്രാമാണ്, 10 ലിറ്റർ വെള്ളത്തിന് വേണ്ടുന്നത് 200 ഗ്രാമാണ്. പാക്ക് വരുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ചെറിയ തരി പോലെ ഉണ്ടാവും. അത് ഒന്ന് പൊടിച്ചിട്ട് ഇതിലിട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിന് 100 ഗ്രാമിൻ്റെ 2 പാക്കറ്റാണിത്. അത് 200 ഗ്രാം, 10 ലിറ്റർ വെള്ളത്തിന് വേണ്ടുന്ന 200 ഗ്രാം, 1 കിലോ ശർക്കര. ഇതേപോലെ 1 കിലോ ശർക്കര ഇടുക. പിന്നെ നമുക്ക് ശുദ്ധമായ വെള്ളമാണ് വേണ്ടത്. ഇതിപ്പോൾ 10 ലിറ്ററിൻ്റെ എൻ്റെ ബക്കറ്റാണിത്. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു 9 ലിറ്ററോളം മതിയാവും വെള്ളം. 9 ലിറ്റർ വെള്ളം എടുക്കുക. നമ്മൾ ആദ്യം ഇതിനകത്ത് ഫീഡപ്പീസ്റ്റ് ഇട്ട്, അതേപോലെ ശർക്കര ഇട്ടു. അതിനുശേഷം ഇതേപോലെ നല്ല ശുദ്ധമായ വെള്ളം, ക്ലോറിൻ ഇല്ലാതെ വെള്ളമായിരിക്കണം എടുക്കുന്നത്. ഈ ക്ലോറിനുള്ള വെള്ളമാണെങ്കിൽ ശരിക്കുള്ള ഗുണം കിട്ടില്ല ഇതിന്. അപ്പോൾ അതിന് നല്ല ശുദ്ധമായ വെള്ളമായിരിക്കണം. ശുദ്ധമായ കിണറിലെ വെള്ളം ഇതുപോലെ എടുക്കുക. ക്ലോറിൻ ഇല്ലാത്ത വെള്ളം എടുക്കുക. അതുപോലെ നല്ല വൃത്തിയുള്ള ബക്കറ്റായിരിക്കണം. അത് എടുത്തതിന് ശേഷം നമ്മൾ ഇതിനകത്ത് ഇപ്പോൾ ഫീഡപ്പീസ്റ്റും ശർക്കരയും ചേർത്ത് കഴിഞ്ഞു. ഇതുപോലെ ബക്കറ്റിൻ്റെ മൂടിയിൽ ചെറിയ ഹോൾ ഉണ്ടാക്കി നമ്മൾ എയർ പൈപ്പ് പോകാനുള്ള ഒരു ഹോൾ ഉണ്ടാക്കുക. അതിനുശേഷം ഇതിൻ്റെ ഈ എയറേറ്ററിൻ്റെ ഈ പൈപ്പ്, ഇതിൻ്റെ ഇപ്പോൾ ഫിൽറ്ററോടെയുള്ള പൈപ്പ് ഇതിനകത്ത് വെള്ളത്തിൽ ഇറക്കി വെക്കുക. ഇറക്കി വെച്ചതിന് ശേഷം നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കറണ്ടിൽ കണക്ഷൻ കൊടുക്കുക. ഇതേപോലെ എയറേറ്റർ കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് ഒരു 12 ദിവസം പിന്നെ ഇതേപോലെ വെച്ചിരിക്കുക. നമ്മൾ ഇളക്കാനൊന്നും പോണ്ട. ഈ എയർ എപ്പോൾ ഓക്സിജൻ ഇതിനകത്ത് കിട്ടിക്കൊണ്ടിരിക്കും. ഓക്സിജൻ കിട്ടുന്നതിനനുസരിച്ച് ഈ ബാക്ടീരിയ ഇങ്ങനെ പെരുകിക്കൊണ്ടേയിരിക്കുക. ഈ ബാക്ടീരിയ ഇതിൻ്റെ ഓക്സിജൻ കിട്ടുന്ന സമയത്ത് ഇത് നല്ലപോലെ ആക്റ്റീവ് ആവും ഇതിനകത്തുള്ള ബാക്ടീരിയ. അപ്പോൾ നമ്മളൊരു 12 ദിവസം ആകുമ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു കട്ടൻ ചായയുടെ ഒരു കളറായി മാറിയിട്ടുണ്ടാവും. അതേപോലെ നല്ല പുളിച്ച് നല്ല ഫെർമെൻറ്റേഷൻ കഴിഞ്ഞ് നല്ല രീതിയിലുള്ള ഒരു ബാക്ടീരിയ കോളനി ഇതിൻ്റെ അകത്ത് ഉണ്ടാവുക. ഇത് നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു 12 ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിനെ അരിച്ചെടുക്കുക. അരിച്ചെടുത്ത് 10 മുതൽ 12 ദിവസം മിനിമം 12 ദിവസം വെച്ചിരിക്കണം നിങ്ങൾ. വെച്ചതിന് ശേഷം ഇതിനെ പിന്നെ മേലെ തന്നെ നല്ല ഇതിൻ്റെ തെളിയാണ് ഉണ്ടാവുക. ആ മേലെയുള്ള തെളി നമ്മൾ ഏതെങ്കിലും അരിപ്പ വെച്ചിട്ട് അരിച്ചിട്ട് നല്ല മൂടി ടൈറ്റുള്ള കുപ്പിയിലോ അല്ലെങ്കിൽ ക്യാനിൻ്റെ അകത്തോ പിന്നെ ഭദ്രമായിട്ട് വെക്കുക. കാരണം എന്ന് വെച്ചാൽ മൂടി ടൈറ്റ് അല്ലെങ്കിൽ ഇതിനകത്ത് പുഴു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഗുണം പോകും, അത് കേടായി പോവുക ചെയ്യുക. നിങ്ങൾ മൂടി നല്ല എയർ ടൈറ്റ് ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര 1 വർഷം 2 വർഷം വരെ ഇത് ഉപയോഗിക്കാൻ പറ്റും. നിങ്ങൾക്ക് ആവശ്യമുള്ള 1 ലിറ്ററിൻ്റെ, ഇതിപ്പോൾ 9 ലിറ്ററിൻ്റെ 1 ലിറ്ററിൻ്റെ ക്യാനിൻ്റെ അകത്തോ അല്ലെങ്കിൽ കുപ്പിയിലോ ആക്കി ഭദ്രമായിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് അതിൻ്റെ അകത്ത് എടുക്കുക.
ഉപയോഗിച്ചതിന് ശേഷം അതേപോലെ അടച്ചു വെക്കുക. ഇതെങ്ങനെ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കോഴി 1 ലിറ്റർ വെള്ളത്തിൻ്റെ അകത്ത് 5 മില്ലി എന്ന രീതിയിൽ നമ്മുടെ കോഴി ഫാമിനകത്തുള്ള കോഴിക്ക് കുടിക്കാൻ കൊടുക്കുന്ന വെള്ളത്തിനകത്ത് ഡയല്യൂട്ട് ചെയ്തിട്ട് കൊടുക്കുക വേണ്ടത്. അപ്പോൾ നമ്മളിപ്പം 10 ലിറ്ററിൻ്റെ ബക്കറ്റ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള അളവ് എടുക്കുക. 1 ലിറ്ററിന് 5 മില്ലി എന്ന് വെച്ചിട്ട് എടുക്കുക, 10 ലിറ്ററിന് 50 മില്ലി എടുക്കുക. അപ്പോൾ ഇത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ബക്കറ്റ് നല്ലപോലെ ക്ലീൻ ആയിരിക്കും. പ്രോബയോട്ടിക് നിങ്ങൾ മത്സ്യത്തിന് കൊടുക്കണമെങ്കിൽ നിങ്ങൾ 1 കിലോ തീറ്റേൻ്റെ അകത്ത് 5 മില്ലി തീറ്റേൻ്റെ അകത്ത് മിക്സാക്കിയതിന് ശേഷം മീനിന് കൊടുത്താൽ മതി. അല്ല പശുവിനെ കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ പശുവിൻ്റെ കുടിക്കുന്ന വെള്ളത്തിനകത്ത് നമ്മൾ രാവിലെ കുടിക്കുന്ന വെള്ളത്തിൻ്റെ അകത്ത് ഇതേപോലെ തന്നെ പിന്നെ 5 മില്ലിയോ അല്ലെങ്കിൽ 10 മില്ലിയോ കൊടുത്ത് കുറച്ച് കൂടുതൽ പോയാലും കുറഞ്ഞു പോയാലൊന്നും കുഴപ്പം വരാൻ പോകുന്നില്ല. ഇതിനകത്ത് വേറെ കെമിക്കലൊന്നും ചേരുന്നില്ല. പീഡപ്പീസ്റ്റും ശർക്കരയും വെള്ളം മാത്രമേ ഉള്ളൂ. അത് നല്ല ബാക്ടീരിയയാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. അതുകൊണ്ട് പിന്നെ അതേപോലെ പശുക്കൾക്കും കൊടുക്കാം. മുയൽ എല്ലാത്തിൻ്റെ തീറ്റേൻ്റെ അകത്തും ഇതേപോലെ 5 മില്ലി വെച്ചിട്ട് കൊടുത്താൽ മതി. നിങ്ങൾ കൂടുതൽ കൊടുക്കണമെന്നില്ല. നല്ല റിസൾട്ടാണ് ഇത് കൊണ്ട് കിട്ടുന്നത്. അതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തീറ്റ നമ്മൾ കൊടുക്കുന്ന തീറ്റ മുഴുവൻ നല്ലപോലെ ദഹിച്ചു പോകുന്നുണ്ട്. പിന്നെ രണ്ടാമതെന്ന് വെച്ചാൽ ഇതിൻ്റെ കാഷ്ടത്തിന് സ്മെല്ല് കുറയുന്നതായിട്ടും കാണുന്നുണ്ട്. ഈ 2 ഗുണങ്ങളാണ് കണ്ടിട്ടുള്ളത്. അതുകൂടാതെ നിങ്ങൾക്ക് ഇത് EM സൊല്യൂഷനായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ ആദ്യം EM സൊല്യൂഷൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഇതേപോലെ 10 ദിവസം വെച്ചിട്ട് നമ്മൾ കൈകൊണ്ട് ഇളക്കുകയോ ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പം ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓക്സിജൻ ഇതേപോലെ ഒരു എയർ പമ്പ് വെച്ചിട്ട് ഇതിനകത്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ബാക്ടീരിയ കൂടുതൽ ഫങ്ഷൻ ആവാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക, ഫാമുള്ളവർ ചെയ്തു നോക്കുക. ഇതിന് നല്ല റിസൾട്ടാണ്. ഞാനിപ്പം ചെയ്യുന്നുണ്ട്, നല്ല റിസൾട്ടാണ് എനിക്കുള്ളത്. ഞാനിപ്പം 8 വർഷമായിട്ട് കോഴി ഫാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഓരോന്ന് ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ ഇത് വിജയിച്ച വീഡിയോ ആണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നല്ല വീഡിയോ കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അടുത്ത വിഷയവുമായിട്ട് കാണാം. നന്ദി, നമസ്കാരം.